ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഞങ്ങൾ ദുബായില് സുഖമായിട്ട് സേഫ് ആയിരിക്കുന്നു, അൽഹംദുലില്ലാഹ്. അപ്പൊ ഞങ്ങൾ ഇവിടെ എത്തിയ ഫസ്റ്റ് ദിവസത്തെ വീഡിയോ ആണിത്. മുമ്പത്തെ വീഡിയോ കണ്ട എല്ലാവർക്കും അറിയുന്നുണ്ടാവും, ഫ്ലൈറ്റ് നല്ല ഡിലേ ആയിരുന്നു, നല്ല ടയേർഡായിരുന്നു. അപ്പോൾ വീട്ടിലെത്തിയിട്ട് നല്ലോണം ഉറങ്ങീനു കേട്ടോ. ഞങ്ങൾ പത്തിരിയും ബീഫും കൊണ്ടുവന്നീനു, അത് തിന്നിട്ട് നന്നായി ഉറങ്ങി. കേടുവരേണ്ട സാധനങ്ങളൊക്കെ ഞങ്ങൾ ഫ്രിഡ്ജിക്ക് വെച്ചീനു കേട്ടോ. പിന്നെ ലഗേജ് ഒന്നും ഞങ്ങൾ മൈൻഡ് ചെയ്തിട്ടേ ഇല്ല. പിന്നെ ഞങ്ങൾ വൈകുന്നേരമാണ് എണീറ്റത്. അപ്പൊ വൈകുന്നേരം എണീറ്റിട്ടുള്ള വീഡിയോ ആണിത്. ഞങ്ങൾ ലഗേജ് ഒക്കെ പൊളിച്ച് സാധനങ്ങളൊക്കെ മാറ്റി വെക്കാണ്. അതിന്റെ ഇടയിൽ ഉമ്മി അഷി ബേബിക്ക് കഞ്ഞി ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ സാധനങ്ങളൊക്കെ അതിന്റെ സ്ഥാനത്തേക്ക് എടുത്ത് വെക്കുന്നുണ്ട്. നമ്മൾ വന്നന്ന് റൂം കാണാനേ ഒരു പിരാന്താണ്, കാല് വെക്കാൻ സ്ഥലം ഉണ്ടാവില്ല. അപ്പൊ നമ്മള് അഷിബേബിന്റെ ലഗേജ് പൊട്ടിക്കുക. ഇതിലെന്താന്ന് നിങ്ങളെല്ലാരും കണ്ടിട്ടുണ്ടാവും അന്ന് പാക്ക് ചെയ്തപ്പോ. ചക്ക നല്ല പാകത്ത് പൊഴുപ്പായിരുന്നു. അപ്പൊ ഞങ്ങൾ അതൊക്കെ മുറിച്ചിട്ട് അബ്ബന്റെ കുറെ സ്റ്റാഫിനും പിന്നെ അതുപോലെ ഞങ്ങളുടെ നൈബറൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു, അപ്പൊ അവർക്കും ഒക്കെ കൊടുത്തു. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്കൊന്ന് പുറത്ത് പോവാന്. അപ്പൊ ചായ അടിച്ചിട്ട് പുറത്ത് പോവാന്നാണ് കരുതുന്നത്. അബ്ബയാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോഴേക്കും ബേബിന്റെ കഞ്ഞി റെഡി ആയിട്ടുണ്ട്. പിന്നെ അതിൽ കുറച്ച് കാടമുട്ട പുഴുങ്ങാട്ടിയിരുന്നു. അപ്പൊ കാടമുട്ട റെഡി ആയിട്ടുണ്ട്. ഇതൊക്കെ കഴിച്ചിട്ട് വേണം പുറത്തു പോവാന്, അല്ലെങ്കിൽ ബേബിക്ക് വിശന്നാല് ബേബി കുറുമ്പിളകും. പിന്നെ അടിപൊളി സ്ട്രോങ് ചായ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അതും കാടമുട്ടൊക്കെ കഴിച്ച് പുറത്തു പോവാൻ വേണ്ടി നിക്കാണ്. ഞങ്ങൾ ദൂരെ എങ്ങും പോകണമൊന്നുമില്ല. അവിടെ തൊട്ടടുത്ത് തന്നെ പാർക്ക് ഉണ്ട്, അവിടേക്കാണ് പോകേണ്ടത്. ഇന്ന് അബ്ബക്ക് നൈറ്റ് ഡ്യൂട്ടിയാണ്. അബ്ബക്ക് പോവാനാവുമ്പോഴേക്ക് തിരിച്ചു വരാൻ പറ്റേണ്ട പോക്കേ പോകണുള്ളൂ. അപ്പൊ വൈകുന്നേരം ഒരു നടത്തുവായി. അപ്പൊ ഞങ്ങൾ ചായ ഒക്കെ കുടിച്ച് വൈകുന്നേരം പാർക്കിലേക്ക് പോയി. നല്ലൊരു ക്ലൈമറ്റ് ആട്ടോ ഇപ്പൊ ദുബായിലുള്ളത്. തണുപ്പില്ല ചൂടില്ല. ചിലപ്പോ വൈകുന്നേരം ആയതുകൊണ്ട് കരട്ടോ ഇങ്ങനെ. ഇവിടെ സത്വാ റൗണ്ട് ബോട്ടില് ബാസ്കറ്റ് ബോളിന്റെ കോർട്ടൊക്കെ ഉണ്ട്. അപ്പൊ അവിടെ കുറച്ച് ആൾക്കാരൊക്കെ ബാസ്കറ്റ് ബോൾ കളിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഇതൊക്കെ ഇങ്ങനെ കണ്ടു നിന്നു. നമ്മളെ റൂമിന്റെ പുറത്തിറങ്ങിയാൽ നോക്കിയാൽ തന്നെ കാണും ഈ ഒരു പാർക്ക്. ഒരു 2 മിനിറ്റ് നടന്നാൽ മാത്രം മതി. ഞങ്ങൾ പാർക്കൊക്കെ പോകുമ്പോഴാണ് കണ്ടത് അവിടെ 2 പെറ്റ് ഉണ്ടായിരുന്നു ഒരാളെ അടുത്ത്. നല്ല ക്യൂട്ടായിട്ടുള്ള 2 പെറ്റ്, ഡ്രസ്സും മുടിയും ഒക്കെ വെച്ചിട്ടുള്ള, മുടിയൊക്കെ കെട്ടിയിട്ടുള്ള 2 നായ്ക്കുട്ടികള്. Wow, it's your pet? Is it your pet? Yes. Wow, nice. What's his name? This is Cotton Swan. It's okay, yeah? Video? Why is a vlogger? Huh? He's vlogger, I think. Wow, nice. Oh, really? Mashallah. അപ്പൊ ഞങ്ങൾ അതിന്റെ കൂടെ കുറച്ചു നേരം നിന്നിട്ട് ഞങ്ങൾ നേരെ അഷിബേബിനെയും കൂട്ടി പാർക്ക് സെക്ഷനിലേക്ക് പോയി. പാർക്ക് സെക്ഷൻ എന്ന് ഉദ്ദേശിച്ച് ഞങ്ങളെ കളിക്കാനുള്ള സ്ഥലം നാട്ടോ. ഇവിടുന്ന് ഇങ്ങനെ നോക്കിയാല് ഷെയ്ഖ് സയ്യിദ് റോഡിന്റെ ബിൽഡിങ്ങുകളൊക്കെ കാണാം. നല്ലൊരു വ്യൂ ആണ് ഇവിടുന്ന്. എനിക്ക് നല്ല ഇഷ്ടമാണ് ഈ ഒരു പാർക്ക്. അപ്പൊ മുമ്പൊക്കെ വന്നപ്പോഴും ഈ ഒരു ഏരിയ തന്നെ ആയിരുന്നു ഞങ്ങള് റൂം എടുത്തിരുന്നത്. ഇതേ റൂമിലല്ലായിരുന്നു, ഈ ഒരു ഏരിയയിലുള്ള ഒരു റൂമില്. അപ്പോ സോനാപ്പിയൊക്കെ ഉള്ളപ്പോ തന്നെ ഞാനും സോനാപ്പിയും ഒക്കെ
ഇങ്ങോട്ട് കളിക്കാനായിട്ട് വന്നിരുന്നു. ഞങ്ങൾ മിക്കപ്പോഴും ഒക്കെ ഇവിടെ വന്ന് കളിക്കാറുണ്ടായിരുന്നു. ഇവിടെ കുറെ ആളുകളൊക്കെ ഗെയിമൊക്കെ കളിക്കുന്നുണ്ട്. അതിന്റെ അപ്പുറത്ത് കണ്ട ടെന്റുകളിലൊക്കെ കച്ചവടക്കാരാണ്. അതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ പിന്നെ ചെയ്യുന്നുണ്ട്. പ്ലേ ഏരിയയിൽ എത്തിയപ്പോ അവിടെ കുറെ കുട്ടികൾ കളിക്കണുണ്ടായിരുന്നു. ഇതൊക്കെ ഇവിടെ അടുത്ത് തന്നെയുള്ള ഫ്ലാറ്റുകളിലെ കുട്ടികളാണ്. ഇവിടെ സ്ഥിരമായിട്ട് നടക്കാനും കളിക്കാനും എക്സസൈസ് ചെയ്യാനും ഒക്കെ നിറയെ ആൾക്കാർ വരലുണ്ട്. അപ്പൊ ഞാനും ബേബിയും ഒക്കെ നല്ലവണ്ണം കളിച്ചു. ഇവിടെ എനിക്ക് നല്ല ഇഷ്ടായിട്ടോ. ബേബിക്കൊക്കെ നല്ല ഇഷ്ടായിരുന്നു കേട്ടോ. ഇവിടെ ബേബിന്റെ അടുത്ത് അവൻ കരയാണ്. അവൻ ഇങ്ങനെ ഓടി നടക്കണം എല്ലായിടത്തും. ഫസ്റ്റ് ടൈം കഴിഞ്ഞപ്പോ അവന് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. അവിടെ ചെറിയ കുട്ടികളൊക്കെ നല്ല സ്മാർട്ടായി കളിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ വന്നിട്ട് എനിക്ക് അത്ഭുതമായിട്ട് തോന്നിയിട്ടുള്ളത് പേരൻസ് ഒക്കെ അവർ ഫ്രീ ആയിട്ട് വിടും കളിക്കാനൊക്കെ. നമ്മൾ നാട്ടിൽ നിന്നൊക്കെ കയറുമ്പോ നമ്മളെ ഉമ്മമ്മമാരും ഉമ്മയും ഒക്കെ പറയും എന്താണ് കയറരുത് വീഴും എന്നൊക്കെ, അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത്. പക്ഷെ ഇവിടെ അങ്ങനെ ഒന്നുമില്ല കേട്ടോ. അവിടെ അവിടെ ഫ്രീ ആയിട്ട് അവര് വിടുകയാണ്. അവര് ഉയരത്തേക്കൊക്കെ കയറാൻ വേണ്ടിട്ട് പ്രോത്സാഹിപ്പിക്കുകയാണ്. ബേബി നല്ല ഹാപ്പിയാണ്. അവൻ നാട്ടിൽ നിന്നും ഇങ്ങനെ തന്നെയാണ്. പുറത്തിറങ്ങിയാല് ഒരു മാസ്ക് കെട്ടിയാൽ അവന് വേഗം ചാവെടുത്ത് പോകും. ഇപ്പൊ എന്തായാലും ഞാനും ഇതിന്റെ മുകളിലൊക്കെ കേറി. എന്റെ പ്രായത്തിലുള്ള കുട്ടികളൊന്നും ഇപ്പൊ ഇവിടെ കാണാനില്ല. കുറച്ചും കൂടി ചെറിയ കുട്ടികൾക്ക് പറ്റിയൊരു പാർക്കാണിത്. ബേബിക്ക് എന്തായാലും നല്ല ഇഷ്ടാവും. ഇതാണ് ഞാൻ പറഞ്ഞത്, ചെറിയ കുട്ടികളൊക്കെ മുകൾക്ക് കൊത്തിപ്പിടിച്ച് കേറുന്നുണ്ട്. പിന്നെ ഞാൻ അബ്ബനോട് ചോദിച്ചിട്ട് ജിമ്മക്കൂടി ഒന്ന് നടന്നു നോക്കി. ഇത് കാണുമ്പോ കുറച്ച് ചെറുതാണെന്നുണ്ടെങ്കിൽ അയിമ കേറിയാ നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ. പിന്നെ അയിമ കൂടി നടന്നപ്പോ തന്നെ എനിക്ക് വലിയ പേടിയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പേടിയുള്ള ഒരാളാണ് ഞാന്. പക്ഷെ ആ ഒരു പാട്ടൊക്കെ കേട്ടപ്പോ അതിനനുസരിച്ച് മെല്ലെ മെല്ലെ ഇങ്ങനെ നടന്ന് പോയപ്പോ എനിക്കൊരു പേടിയില്ലായിരുന്നു. മറ്റേ കുട്ടികളെ കാണുന്നില്ല. അങ്ങനെ ഞാനും അശ് ബേബിയൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തു. ഉമ്മി അബ്ബി അവിടെ സംസാരിക്കുന്നുണ്ട്, ഞാനും അശ് ബേബി അവിടെ കളിക്കുന്നുണ്ട്. മണലായതുകൊണ്ട് തന്നെ വീണാലൊന്നും ഒരു പ്രശ്നമില്ല, ഒരു വേദന ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ബേബി നല്ലവണ്ണം ഓടി നടക്കുന്നു. ബേബിക്ക് നല്ല സന്തോഷമായിരുന്നു. കുറച്ചേരം കഴിഞ്ഞപ്പോ അശ് ബേബി ഒറ്റയ്ക്ക് തന്നെ സ്ലൈഡിലൊക്കെ കയറാൻ തുടങ്ങിട്ടോ. ഉമ്മി അബ്ബി അവിടെ കുറച്ചേരം റിലാക്സ് ആയി. ബേബി അവിടെ സ്ട്രോളറും ഇത് നടക്കാണ്. അവരെന്താ ചെയ്യേണ്ടതെന്നൊന്നും എനിക്ക് മനസ്സിലാവണില്ല. പക്ഷെ സ്ട്രോളറിന് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്.
മാഷാ അല്ലാ, പശു ബേബി ഒറ്റക്ക് സ്റ്റെപ്പൊക്കെ കേറി സ്ലൈഡിൽ കീഞ്ഞിട്ടുണ്ട്. ഏകദേശം മഗ്‌രിബ് ബാങ്കൊക്കെ കൊടുക്കാനായപ്പോ ഞങ്ങള് പോവാൻ ഇറങ്ങി. അവനെടുത്തപ്പോ അവന് നല്ല കരച്ചില്. അവന് ഇവിടുന്ന് പോരാൻ ഉദ്ദേശിച്ചിട്ടില്ല തോന്നുന്നു. അവന്റെ കരച്ചിലൊന്ന് പോയി കിട്ടാൻ പിന്നെ അവിടെ തന്നെ അവനെ വെച്ചു. അവൻ ഒറ്റക്ക് അവിടെ നിർത്തിയിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് പോന്നപ്പോ അവന് പുറകെ ഇങ്ങനെ വന്നു. എന്നിട്ട് ഞങ്ങൾ നേരെ വീട്ടിക്ക് പോയി. ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഞാൻ എന്നും പറയുന്നത് പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തൊരു ദുബായ് വിശേഷവുമായി കാണുന്നത് വരേക്കും ഫിനോസ് വിഷൻ സൈനിങ് ഔട്ട്.